കയറാനുള്ള ടിക്കറ്റ് എടുത്തു. ഉണ്ടാക്കുള്ള ടിക്കറ്റിന് 20 റിയാൽ, ഒരാൾക്ക് 10 റിയാൽ. ബോട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. അടുത്ത ബോട്ടിൽ നമ്മൾ കയറും. Next boat is going. Romantic couple coming. എല്ലാവരും ഇങ്ങനെ ഓരോ ടിക്കറ്റ് മേടിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി പോകുകയാണ് മക്കളെ. നവാസ് ഇതാണ് നമ്മളാള്. என்ன எடுக்கிறா അങ്ങനെയാ നാട്ടിൽ ആലപ്പുഴ എന്നല്ല ഇങ്ങനെ തോട്ടുകൂടിയല്ലോ നോക്ക്. ഞങ്ങളിതാ സ്വർഗത്തിലൂടെ പോകുന്നട്ടാ. ഞങ്ങളെ വയലുള്ള തോട്ടുകൂടി പോകുന്നല്ലേ. ബിൽഡിങ്ങിന്റെ കൂടെ പറക്കുന്നുണ്ട സെറ്റ് സാധനം. കടൽ യാത്ര. ഇപ്പം നേരെ കടലിലേക്ക് ഇറങ്ങും. മഴ ഇപ്പം പെയ്യും. നല്ല കാലാവസ്ഥ. മഴ ഇപ്പം പെയ്യും. കാലാവസ്ഥ ആഹാ ശരി നല്ല ഉണ്ടല്ലോ. പോവോ കുളിക്കണ സെന്റർ में ओके कटा सकते हैं भाई. हाँ हाँ वाह गुड. एक मिनट तो बस यस बैठना है. അടിപൊളി ഷോട്ട് ടിക്കറ്റാ. ഇത് മുതലാക്കി കേട്ടോ. മുതലാക്കില്ലേ? കുറേ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ വില്ലാജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇരുന്നാ ഇല്ല രണ്ടാക്കിയിരിക്കാം. മൊത്തത്തിലൊരു ഷോട്ട് എടുക്കും. ഇല്ലേ എന്നാ എടുക്കടാ ശരിയായി. ഞാൻ അപ്പുറത്തേക്കും എന്നെ എടുക്കറ ഉലുമതി ഓഫായിക്കോ. ഞാനെടുത്തോളൂ. നിങ്ങൾ തോട്ടുകൂടി പോകുന്നല്ലേ ഇത്. അനീസി ആയിരിക്കുന്നുണ്ട്. ഇതടി സ്ഥലോ കണ്ടിക്കില്ലല്ലോ. സംഭവം മുതലായിക്കല്ലേ. ഇത് കുറേ ഉണ്ടല്ലോ. ഒരാൾക്ക് 10 റിയാല് മുതലായിപ്പിക്കും. ഓഫീസൊന്നും ആരും കാണൂല. സിക്ക് ലീവ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി വരുന്ന വയ്യ. അള്ളാണ് എഞ്ചിൻ നമ്മളായിട്ടുള്ള തെറ്റിൽ മൊത്തം തെറ്റ്. അതാൻ്റെ പക്ഷേ അള്ളാണ് പുള്ളി പേരെ അടിക്കും. ശരി മോൻ അല്ല അത് വേണ്ട ഇങ്ങനെ വേണ്ട. അങ്ങനെ കളിക്കരുത്. ഇല്ല അവളാ തിരിച്ചു പോകും.
ഇത് മുതലായിട്ടാ സംഭവം പൊളിച്ച്. തണുത്ത കാറ്റെന്താ ഫീല്. ആരും വന്നിട്ടില്ല. ഇത് കാരാത്ത ഭയങ്കര മസ്റ്റാട്ടാ. ഖത്തറിൽ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കാരാത്തത് വളരെ വലിയൊരു മിസ്സിങ് ആയിരിക്കും. എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. നല്ല തണുത്ത കാറ്റ്, നല്ല തണുത്ത നല്ല വൈബ്. ഇത് വല്ലാത്തൊരു വൈബ് കേട്ടോ ഇത്. മുതലാക്കിയില്ലെങ്കിൽ 10 रुपये गाइस, रात में 10 रुपया 10 रियल। भाई बच्चों लोग को भी चार्ज करते हैं आप लोग? हाँ, एक आदमी को 10 रियल। हाँ ओके, 10 रियल മുതല ഫാമിലി ആയിട്ടുള്ള ഗംഭീരത്ത് മൊത്തം ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഫ്രണ്ട് ക്യാമറ എടുക്കുന്നുണ്ട്. പൊളി. ടേക്ക് ഓഫിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ എടുത്തിരിക്കുകയാണ്. നല്ല ട്രെയിൻ സർവീസസ് ഉണ്ട്. 10 റിയാലിന് മുതലായ ഒരു സംഭവമാണ്. ഇവിടെ 2 ബോട്ടും 3 ബോട്ടും 4 ബോട്ടും ഇവിടെ എക്സ്ട്രാ ഉണ്ട്. ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അവിടെ ബസ് കാത്തിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഉള്ള അടുത്ത സ്റ്റേഷനിലേക്ക് ഇറക്കാൻ നല്ല കിടിലം ബസ്സാണ്. ഡബിൾ ഡക്കർ ബസ് ഇതിൽ പോന്നാണ്. അക്ഷു ടോർച്ച് ടവർ വാസ് അക്ഷു. എല്ലാം ക്ലോത്ത്. ഇത് ഭയങ്കര കട്ടിയാണ്. ഇതാണ് എല്ലാം എൻ്റെ അടുത്തുള്ളത്. ഇത് മാറ്റം ഷർട്ടിനൊക്കെ ഉണ്ട്. ജീൻസ് കളക്ഷൻ ഭയങ്കര ദിക്കാണല്ലോ ചൂട് കാലത്ത്. Counters and counters, mobile counters. പുതിയ കഫേയാണ്. വീഡിയോ എടുക്കും. ഇതാണ് ആകാശം.
ഷർട്ട് വേണം. ബുദ്ധിക്കണ നേരം ഇതാ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. നാട്ടിൽ മാത്രമല്ല ഇവിടെയും നല്ല മഴയുണ്ട്. മേക്കപ്പിൻ്റെ ഷോപ്പാട്ട് ഇത്. നല്ല രസമുണ്ടല്ലോ. This one. It's easy also. എന്നൊന്നും പറയാത്ത നാട്ടിൽ പോകുന്നല്ലേ. വില്ലേജിനെ പറ്റി ഒന്ന് പറയാൻ നല്ല ഷോട്ട് കിട്ടിക്കല്ലോ. നല്ല ഷോട്ടാണല്ലോ. നമുക്ക് കാര്യമല്ലോ. എനിക്കിപ്പോൾ ഏതാണ്ട് വീഡിയോ എടുക്കാം. നല്ലൊരു ഷോട്ട് പോയി എടുത്ത് നല്ല ശരി. അപ്പോഴത്തേക്ക്
മൂന്ന് പോയാൽ എത്ര വിഷയം വെച്ചു? Next boat is going. Romantic couple coming. എല്ലാവരും ഇങ്ങനെ ഓരോ ടിക്കറ്റ് മേടിക്കുന്നു, വീണ്ടും ടിക്കറ്റ് ആക്കി. നല്ല ബാലിക്ക് ചോറ്. നല്ല നിന്റെ പേരെന്താന്ന് നിനക്കെന്ന് എനിക്കറിയോ? എൻ്റെ പേരെന്താ? മതി 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 മതി. എൻ്റെ പേരെന്താ? തോരനാ? അത് ഉപ്പേരി, അത് തോരന്, അത് ചായപ്പക്ക കൂട്ട്, മറ്റേ അച്ചാറ്, ബാലിക്ക് ചോറ്, അച്ചാർ ഇവിടെ ഉണ്ട്, ബാരിക് റൈസ്, മീൻ പൊരിച്ച ചേരി. അതാ വേറെ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വാസ്, വീട്ടിൻ്റെ വാസി. മീൻ കറി മൂന്ന് ഇവിടെ സൈഡിൽ. മീൻ കറിയാണല്ലോ വെച്ചോ, ചൂട് വെച്ചോ. അയ്യാ ഓർത്തോടെ വെച്ചോ, ഓർത്തോടെ ഇടാറ്. താങ്ക് യു. ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണി വന്നു. തൊട്ട് മോനെ തൊട്ട് രണ്ട് भाई और एक्स्ट्रा फ्राई किया है? एक्स्ट्रा फ्राई ना? डीप फ्राई है। डीप फ्राई है? और फिश है? फिश नहीं है? बीफ और चला फ्राई? पूरा पीस यहाँ तेरा बीफ रोस्टेड आलू ये फ्राई नहीं है? डीप फ्राई फिश क्या है? फिश किंग फिश है? किंग फिश है फ्राई? फ्राई फिश फ्राई. Coconut juice. Century restaurant. അതിൻ്റെ ജ്യൂസ് കുഴപ്പമില്ല, ടേസ്റ്റിയാണല്ല, കുഴപ്പമല്ല. ചായ ഇട്ട് വേണ്ടിയാണല്ലേ? MR ഉണ്ടല്ലോ. ഇതാണ് ഖത്തറിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഞാനും കളിച്ചില്ല. ലെജൻസ് മാച്ചെല്ലാം സ്റ്റേഡിയം ഇവിടെ വന്നിട്ട് ഇത്ര കൊല്ലായിനെ, ഒരു 15 കൊല്ലായിട്ടുണ്ടോ ഈ ഏരിയയിൽ വന്നിട്ട്. 5 കൊല്ലത്തിന്റെ മേലെ ഒന്നിപ്പോ ഗ്രാൻഡ് മാൾ ഈ തിയേറ്ററിലും വന്നിട്ട് ഇത്രയായി നോക്കി. വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്ക്. ഞാനിവിടെ ഖത്തറിൽ വന്നിട്ട് എന്റെ മോനെ ചായ മനോണ്ട് വളരെ മോശം ചായ. ഇതിന്റെ ഉണ്ടാകും ഉള്ളിൽ ഫുൾ നട്ട്ഫുൾ ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ. The customer you are calling is currently unavailable. Please try again later. പഴം, മുന്തിരി, പബിലി. ഓള് വന്നിട്ട് ഇവിടെ ഇപ്പൊ 5 കൊല്ലായിട്ട്. ഞാൻ ഖത്തറിൽ കുൻഫുകാസിന്ന് മലക്കം മറിഞ്ഞ് ചെസ്റ്റ് അടിച്ചുകൊണ്ട് എന്താ പറയുക, ഒരു മാസമായി കളിക്കുന്നു. ഉള്ളിൽ ബ്ലഡ് ക്ലോട്ടിങ്ങാണ്. അതിൻ്റെ ഹോസ്പിറ്റലെല്ലാം അല്ലെങ്കിൽ വയസ്സിലെല്ലാം കാണിച്ച് അവർ റെക്കമെൻഡ് ചെയ്ത് അഹമ്മദ് ഹോസ്പിറ്റലിലേക്കാണ്. അങ്ങനെ കുട്ടി നവാസിനോടൊപ്പം ഷബീർ
the way to hospital HMC. സൈഡിലെ ബിൽഡിംഗ് എല്ലാം കാണിച്ചു. ഇത് 1 കിലോമീറ്റർ നീളമുള്ള ബിൽഡിംഗ് ആണ്. 1 കിലോമീറ്റർ അല്ല 3 കിലോമീറ്റർ 3ന്റെ മേലെ ഉണ്ട്. ഏക്കർ കണക്കിന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സൗദിയിൽ ഇപ്പാന്ന് തോന്നുന്നു ലൈന് വരുന്നത്, എന്തോ ലൈന് വരുന്നുണ്ട്, വൈറ്റ് ലൈനോ ബ്ലൂ ലൈൻ. ഇവിടെ എളുപ്പം വന്നു വയ്ക്കില്ല. സാധനം ഇവിടെ കിട്ടും. അവസാനിക്കാത്ത ബിൽഡിങ്സ്. ഫസ്റ്റ് പേര് നീളത്തിലുള്ള ബിൽഡിങ്സ് ആണ്. ദൻസാർ ഗാലറി, ഹോം ഫർണിച്ചർ ഷോപ്സ്, അങ്ങനെ വെറൈറ്റി ഓഫ് ഷോപ്സ് ഇവിടെയുണ്ട്. അപ്പോൾ വേണ്ടാത്ത കളിയൊക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 18 വയസ്സാകുന്ന ചാടി കഴിഞ്ഞാൽ പണി കിട്ടും. 18 ഞാൻ പറക്കുമായിരുന്നു, 38 വയസ്സ് ആയിരുന്നു, പക്ഷെ പാളിപ്പില്ല. 18 വയസ്സാണെന്ന് വിചാരിച്ചിട്ട് ആ കളി കളിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ തന്നെയല്ലേ മനസ്സ് 18 ആയിക്കോട്ടെ, ശരീരം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, മെയ്വഴക്കം ഉണ്ടാകില്ല. ഫാമിലി എല്ലാം നാട്ടിൽ പോയിട്ട് 2 മാസം കൊണ്ട് 6 പാക്ക് ആക്കാന്ന് ചോദിച്ചാൽ ആവേശം കാണിച്ചത് അല്ല. ആവേശം റെസ്റ്റായി പതിയെ തിന്നാൽ ഉള്ളും തിന്നണം. ശ്രദ്ധിച്ചാൽ ദുഃഖിക്കണ്ട, അപ്പം മാക്സിമം ശ്രദ്ധിക്കാം. നീ മാപ്പ് നോക്കുന്നുണ്ട്? പേപ്പർ റെഡിയാണ്. 2.7 ഇതാണ് ഇവിടുത്തെ ബ്രേക്ക് ഡൗൺ. ഇതുവരെ ഈ ബിൽഡിംഗ് തീർന്നില്ല, ചിരിച്ചു പിടിക്കും. അതാണ്ട ഇത്രയും ദൂരമുണ്ട് ബിൽഡിങ്സ്, തീരുന്നില്ല. പറപ്പിക്കല്ല വീഡിയോ. അവസാനിക്കാത്ത ബിൽഡിങ്സ്. സൗദിയിലെ പിള്ളേരെ കണ്ടോ നിങ്ങളെ ഖത്തറിലെ ലൈൻ ബിൽഡിങ്സ്. നിങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ വേൾഡ് കപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം അവിടെ വരുന്നത്. അതുകൊണ്ട് ഇത് നകളിക്കണ്ട. ഓക്കെ, മല്ലു ട്രാവലിൽ ട്രോളിക്കുന്നതൊക്കെ അറിയാം. വേണ്ട ഖത്തറികളാണ് ഞങ്ങളെ ഖത്തറികൾ. നിങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്തിരുന്നു. ഇവിടെ ഉണ്ടല്ലോ ഓൺലൈനിൽ ടിക്ടോക്കിലാണ് 4 ആൾ അറസ്റ്റ് ചെയ്തിട്ട് ഓൺലൈനിൽ കൂടി എന്തെല്ലോ വായിച്ചിട്ട് തെറി പറയാൻ എന്തോക്ക് നേരം പറ്റില്ല. എന്തെല്ലാം ടിക്ടോക്കിലെല്ലാം തെറി വിളിക്കുന്നത്. രാവിലെ വരെ ബെഡിൽ നിന്ന് ഇറങ്ങുവാനായിക്കില്ല. അവസാനിക്കാത്ത ഞങ്ങളെ ലൈൻ ബിൽഡിംഗ് കണ്ട മക്കളെ. നമ്മളെ പണ്ടത്തെ തിയേറ്ററിൽ ഇവിടെ അല്ലല്ലോ, തിയേറ്ററിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അതല്ല, അതാണ് നമ്മളെ സ്റ്റേഡിയം. ക്രിക്കറ്റ് സ്റ്റേഡിയം കടവേണ്ട ബസ് സ്റ്റേഡിയം. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് ലെഫ്റ്റിൽ അങ്ങോട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഓക്കെ. അപ്പോൾ ഓക്കെ, ഇവിടുന്ന് നേരത്തെ തന്നെ കാണിക്കുന്നത് റോഡല്ലേ. നമ്മളിവിടെ 100 പോകണ്ടിട്ടില്ല. എംപയർത്തിനായി ബിൽഡിംഗ് ഇതുവരെ അവസാനിച്ചില്ല. നിങ്ങൾ കണ്ടില്ല കിലോമീറ്റർ ഇപ്പോൾ എത്രയായി? 3 എന്നല്ല കേട്ടത്. ഒരുപാട് കിലോമീറ്റർ ഇല്ലല്ലേ, അത് 3. ഇവിടെ എവിടെയല്ല നമ്മളെ ഗോൾഡ് വാർ എടുക്കുന്ന സ്ഥലം? കൈ ഇട്ടിട്ട് 4 കയറ്റം കിട്ടിയിട്ടുണ്ടല്ലോ. അതിവിടെ ഡ്രാഗമാണ്. ഇതിൽ തന്നെ ഡ്രാഗമാണ്. ആരും വീഡിയോ ചെയ്യില്ല. നമുക്ക് പോയാലോ? ഡ്രാഗമാളാ പോയാലോ? ചൈനീസ് അല്ല മൊത്തമുള്ള അതെല്ലാം ഉണ്ടാവും. മെയിനായിട്ട് ചൈനീസ് ഐറ്റംസ് ആണ്. 10 എക്സിറ്റ് കാരണം കേട്ടോ.
കോഴിക്കോട് എൻ്റെ കൂടെയുള്ള നവാസ് ചെയ്ത് പീട്ടിയാ പിട്ട് എനിക്ക് പിട്ടെന്ന് പേര് വന്നേ പിട്ട് തൊണ്ടേ കുടി പീട്ടിയുടെ പിട്ട് അങ്ങനെ ആക്കിയതാ ആണെങ്കിൽ പുട്ട് കാണുന്നുണ്ട് പിട്ടാക്കിയ പീറ്റീസില്ല പീറ്റീസ് അത് പിറ്റി അത് ഷോർട്ടായിട്ട് ഓരോരുത്തർ വിളിക്കുന്നത് അത്ര ഉള്ളൂ റൈറ്റല്ലേ 16 എക്സിറ്റ് അല്ലേ 17 ഇതല്ല നെക്സ്റ്റ് എന്നോട് ആരോ പറഞ്ഞെങ്കിൽ എന്തോ പിട്ടായിട്ട് തൊള്ളേ കുടി